തിരുവനന്തപുരം ആഴാകുളത്ത് നിന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കേട്ടത്. 10ാം ക്ലാസ്സുകാരി ആണ് ഇവിടെ ജീവനൊടുക്കിയ നിലയിൽ കാണപ്പെട്ടത്. സ്വന്തം വീട്ടിൽ നിന്ന് അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് വന്ന കുട്ടിയാണ് അപ്പൂപ്പൻ്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവൻ അവസാനിപ്പിച്ച നിലയിൽ കാണപ്പെട്ടത്. ബന്ധുക്കൾ വളരെ വേഗം കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വിഴിഞ്ഞം SF സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് പറയാൻ ആരും തയ്യാറാകുന്നില്ല എന്നതായിരുന്നു വാസ്തവം. ഒരു കാരണവുമില്ലാതെ ഒരു കൗമാരക്കാരി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നവരും ഉണ്ട്. കൂട്ടത്തിൽ നമ്മളും അതുതന്നെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. പട്ടാളത്തിലായിരുന്ന കുട്ടിയുടെ അച്ഛൻ നാട്ടിലൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുവെന്നും 2 പെൺകുട്ടികളെ പൊന്നുപോലെ നോക്കി വരികയായിരുന്നു എന്നും ഒരങ്കിൾ അവിടെ നിന്ന് പറയുന്ന കേട്ടു. ഇതിലെ ഇളയ കുട്ടിയാണ് ഇപ്പോൾ ജീവിതം അവസാനിപ്പിച്ച നിലയിൽ കാണപ്പെട്ടത്. അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ. എന്തായാലും അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥിരം പല്ലവിയാണ് വാലും തുമ്പുമില്ലാത്ത വാർത്തയെന്ന്. സത്യമാണ്, ശരിക്കും വാലുമില്ല തുമ്പുമില്ല. അധികം വാർത്താ പ്രാധാന്യം കിട്ടിയതുമില്ല എന്ന് തോന്നുന്നു. മറ്റു മീഡിയകളൊന്നും ഇവിടെ കാണാനില്ലായിരുന്നു. ഈ കഴിഞ്ഞ ഒരാഴ്ച മാത്രം ഇങ്ങനെ വാലും തുമ്പുമില്ലാതെ നമ്മുടെ ശ്രദ്ധയിലൂടെ കടന്നുപോയ ജെൻസികളുടെ ജീവൻ അവസാനിപ്പിച്ച കഥകൾ 1ഉം 2ഉമല്ല, ഏകദേശം 5-6 എണ്ണം വരും. നമ്മുടെ ചുറ്റുപാടും തൊട്ടടുത്ത ജില്ലകളിലും ഈ ജില്ലയിലുമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. വളരെ വേദനയിൽ, വളരെ അരക്ഷിതാവസ്ഥയിൽ, വളരെ വലിയ ഇൻസെക്യൂരിറ്റിയിൽ ഈ ഒരു തലമുറ കഴിഞ്ഞു പോവുകയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് മുന്നിൽ പതറിപ്പോവുകയാണ്. ആശയപരമായി അവർക്ക് പഴയ തലമുറയോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥയും ഉപദേശങ്ങളെ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനും കഴിയാത്ത ഒരു മാനസിക വ്യാപാരവും ആ നിലയ്ക്ക് എല്ലാവരും ഒരുപോലെ കടന്നു പോകുന്നതാവാം ഇതിനൊക്കെ കാരണമെന്ന് ചിലർ അവിടെ നിന്ന് പറയുന്നത് കേട്ടു. സത്യത്തിൽ അടുത്ത ബന്ധു എന്ന് പറഞ്ഞ 1-2 ആൾക്കാരോട് ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളാരാണ്, എന്താണ് എന്നൊക്കെ തിരിച്ച് ചോദിക്കുകയാണ്. അല്ലാതെ ഇവിടെ നടന്ന സംഭവം ഇന്നതാണ് എന്നൊന്നും പറയാൻ ആർക്കും കഴിയുന്നില്ല. ഒപ്പം സ്കൂളിൽ നിന്ന് വന്ന കുറച്ച് കൗമാരക്കാരായ കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. അവരും നമ്മുടെ ലോകത്തല്ല, അവരവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ്. എങ്കിലും വിളിച്ച് ഒരു കുട്ടിയോട് ഞാനിങ്ങനെ കാര്യം തിരക്കി. എന്താണ് ഈ കുട്ടിയുടെ ഇതുപോലുള്ളൊരു മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ച സംഗതി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? സ്കൂളിൽ എന്തെങ്കിലും അങ്ങനെ ആ ടൈപ്പ് വിശേഷങ്ങൾ ഉണ്ടോ? ആരെങ്കിലും വഴക്ക് പറഞ്ഞോ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോഴും അവർ പറയുന്നു നല്ലൊരു കുട്ടിയാണ്, പൊതുവേ വളരെ സൈലൻ്റായിട്ട് സ്കൂളിൽ ബിഹേവ് ചെയ്യുന്ന, അച്ചടക്കമുള്ള എന്നൊക്കെ പൊതുവെ പറയാറുള്ളത് പോലെ നല്ല വാക്കുകളാണ് എല്ലാവരും ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. കാത്തിരിപ്പിനൊടുവിൽ ഏകദേശം 2:30 മണിയോടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വാഹനം തിരിച്ചു എന്നറിഞ്ഞു. 3-3:15 മണിക്ക് ഈ വീട്ടിൻ്റെ മുന്നിലേക്ക് ആംബുലൻസ് വന്നെത്തുമ്പോൾ വലിയ ഒരു നിലവിളിയൊന്നും കേട്ടില്ല. അവിടെ കൂടിയിരിക്കുന്ന ഒരുപക്ഷെ ആൾക്കാരൊക്കെയും ഇതറിഞ്ഞ് ദൂരെ നിന്ന് വന്ന പരിചയക്കാരോ മറ്റോ ആവാം എന്ന് ഞാൻ ഊഹിച്ചു. പിന്നെ ആരോ പറഞ്ഞു ഇതിനൊരു മൂത്ത കുട്ടിയുണ്ട്, ആ കുട്ടിയുമായി ഇത് നല്ല ബോണ്ടാണ്, മാനസികമായി വളരെ അടുപ്പമാണ് എന്നൊക്കെ. ഇതൊക്കെ അവ്യക്തമായിട്ടുള്ള സംഭാഷണ ശകലങ്ങൾ അങ്ങ് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഞാൻ പെറുക്കിയെടുത്തതാണ്. വേണ്ടപ്പെട്ടവരോട് ചോദിക്കാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ അച്ഛനുണ്ട്, അപ്പൂപ്പനുണ്ട്. ഈ കാണുന്ന ആ 2 നില വീട്, അവിടെയാണ് ഈ ജനക്കൂട്ടം. അങ്ങനെ ഞാൻ ചോദിച്ചു അത് തന്നെയാണോ കുട്ടിയുടെ വീടെന്ന്. അപ്പോൾ കുറച്ച് മുന്നോട്ട് ചൂണ്ടിയ ഒരാൾ പറഞ്ഞു അങ്ങ് ദൂരെയാണ് കുട്ടിയുടെ വീട്, നടന്ന് എത്താവുന്ന ദൂരം തന്നെയുള്ളൂ എന്ന്. ഇന്നലെയോ മറ്റോ ആണ് ഇവിടുത്തെ വീട്ടിലേക്ക്
തറവാട് വീടെന്ന് വേണമെങ്കിൽ പറയാവുന്ന അപ്പൂപ്പൻ്റെ വീട്ടിലേക്ക് വന്നതും ഇവിടെ വന്നതിന് ശേഷം പിന്നെ എന്താണ് സംസാരിച്ചതും പറഞ്ഞതും എന്നൊക്കെ എന്തെങ്കിലും സങ്കടം ഉണ്ടായിരുന്നോ, ഈ വക കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങൾക്ക് മാത്രമേ അറിയാൻ കഴിയൂ എന്ന് ആണ് പൊതു സംസാരം. നമുക്കും അത്ര തന്നെ അറിയൂ. എങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നത്, മക്കളെ, ഞങ്ങളൊക്കെ മുൻപേ പോയവർ എന്തൊക്കെയോ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും ദുർഘടമായിട്ടുള്ള പാതകളും ഒക്കെ താണ്ടി ഇന്ന് ഒരുപാട് ദൂരം ആയുസ്സിൻ്റെ കഴിഞ്ഞ് നിൽക്കുമ്പോഴും പരിഭവമൊന്നും ജീവിതത്തിനോടില്ല. നിങ്ങൾക്കും അങ്ങനെ വേണം.